ഹായ് ഗെയ്സ്, ഞായറാഴ്ച നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഔട്ടിങ്ങിന് പോകുന്ന വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കിളികൾക്ക് തീറ്റ കൊടുക്കുകയാണ് സന്ധ്യമ്മ. ഒരുപാട് കിളികളുണ്ടായിരുന്നു ഗെയ്സ്, ഇപ്പോൾ അത് കുറവാണ്. നമുക്ക് കഴിക്കാൻ ചോറുണ്ടാക്കാൻ വേണ്ടി അടുപ്പിന് തീ കത്തിക്കുകയാണ് അവൾ. തീ കത്തിക്കുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ് അവൾ പറയുന്നത്. ശരിയാണ് ഗെയ്സ്, കത്ത് പിടിക്കാൻ പാടാണ്. ഞാനപ്പോഴേക്കും നമ്മുടെ പെരക്കാവൊക്കെ തൂത്ത് വൃത്തിയാക്കി നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഗെയ്സ്. നമ്മുടെ ഭാര്യമാർക്ക് ജോലികളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗപ്പികളുണ്ട്. അതിനെ ഫുഡ് കൊടുക്കുന്നതും വെള്ളം മാറുന്നതും എല്ലാം ചെയ്യുന്നത് നമ്മുടെ തക്കുടുവാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണിത്. അവൻ്റെ ആരും എണീക്കുമ്പോൾ അവൻ്റേതായ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മീന് തീറ്റ കൊടുക്കാറാണ് പതിവ്. അതിനുശേഷം അവൻ എന്തും ചെയ്യാറുള്ളൂ. ഒരുപാടുണ്ട് ഗെയ്സ്. അമിതമാകുമ്പോൾ കൂട്ടുകാർക്കൊക്കെ അവൻ കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾ പുറത്ത് പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെരയ്ക്കകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അവൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാവ പാത്രം ഇട്ടടിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ കാണാൻ വേണ്ടിയാണ് ഗെയ്സ് ഞാൻ വീഡിയോ എടുക്കുന്നവൻ കണ്ട്. അങ്ങനെ നമുക്ക് കഴിക്കാൻ ചീനിയൊക്കെ പൊളിക്കുകയാണ് സന്ധ്യാമ്മയും തക്കുടും കൂടെ. തക്കുടിൻ്റെ ഇരിക്കുന്ന പിച്ചാത്തി ഒറിജിനലൊന്നുമല്ല, പ്ലാസ്റ്റിക്കാണ്. കളിക്കുന്നതാണ് അവന്. അതുകൊണ്ട് കൈയൊന്നും മുറിയത്തില്ല ഗെയ്സ്. അതുകൊണ്ടാണ് ഞാൻ അവന് കൊടുത്തത്. ചീനിയെല്ലാം കഴുകി അവൾ വൃത്തിയാക്കുകയാണ്. ഒറ്റത്തിളക്കി തന്നെ വേവും എന്നാണ് കടക്കാരൻ പറഞ്ഞത്. അതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല. നമുക്കൊരുപാട് സമയം ലാഭമായിരുന്നു. പെട്ടെന്ന് തന്നെ ചീനി വെന്ത്. ചീനിയോടൊപ്പം ഞങ്ങൾ മുളക് ഉടച്ചതും പിന്നെ നമ്മുടെ ഉണക്കമീനും ചേർത്താണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോഴേക്കും രണ്ടുപേരും ഇവിടെ കാണുന്നില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് ഗെയ്സ്, രണ്ടുപേരും മീനെ പിടിക്കുന്നു. വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും ഗെയ്സ്, ഒന്നിനെയും കിട്ടിയില്ല. മീന് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. അത് ഞങ്ങൾ ഔട്ടിങ്ങിനായിട്ട് പോയത് അഴീക്കലിലേക്കാണ്. പോകുന്ന വഴിക്ക് അവിടെ വല കെട്ടുന്നത് കണ്ട് ഒരുപാട് ചേട്ടന്മാർ നിന്ന് വല കെട്ടുകയാണ് അവിടെ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ചേട്ടൻ തക്കുടിനെ വിളിച്ചിട്ട് ടാറ്റ കൊടുത്ത്. അതാണ് ടാറ്റ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കായൽവാരത്തേക്ക് വന്ന് അവിടെ വന്നപ്പം ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളും ഹൗസിംഗ് ബോട്ടുകളും യാത്രാ ബോട്ടുകളും ഒക്കെ ഞങ്ങൾ കണ്ട്. കുട്ടികളുമായിട്ട് വരുന്ന നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാണിത്. സമീപത്തുള്ളൊരു അമ്പലത്തിലെ മയിലാണിത്. നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഗെയ്സ്. കുഞ്ഞാവ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ബോട്ടൊക്കെ കണ്ട് ഇത് എന്തോന്നറിയെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ ചേട്ടന്മാർ ഒരുപാട് പേര് അവിടെ ചൂണ്ടയിടുന്നു. അങ്ങ് പാറക്കെട്ടിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് പേരുണ്ട്. തക്കുട് പറഞ്ഞ് ഇതുപോലത്തെ ഒരെണ്ണം നമുക്ക് മേടിക്കണമെന്ന്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ ചൂണ്ട മേടിക്കുന്നതായിരിക്കും ഗെയ്സ്. അത് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാവ ഇന്ന് ആ തെങ്ങ് വലിച്ച് പിഴുതെടുക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ ബീച്ചിൽ വന്ന് ഗെയ്സ്. ഹലോ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞാണ് തക്കുട് പട്ടം പറത്തുന്നത്. അവൻ പട്ടം പറത്താൻ തന്നെയാണ് ഗെയ്സ് ഇവിടെ വന്നത്. കുഞ്ഞാവ അങ്ങനെ താഴെ ഇറങ്ങി മണ്ണിലൊക്കെ കളിക്കുകയാണ്, ഓടിക്കളിക്കുകയാണ്. അപ്പോഴാണ് അതിലേക്കൂടെ സ്പീഡ് ബോട്ട് പോയത്. ചേട്ടനെ മാത്രം പറത്തിയാൽ പോരാ, എനിക്കും പറത്തണമെന്നും പറഞ്ഞ് കുഞ്ഞാവര് പട്ടം എടുത്തിട്ടുണ്ട് ഗെയ്സ്.
തക്കടു ആണെങ്കിൽ കടലിലിറങ്ങി അവിടുത്തെ തിരമാലയിൽ കളിക്കുകയാണ്. കുഴിയൊക്കെ കുത്തി മണ്ണ് വലിച്ച് എറിഞ്ഞ് അവൻ എൻജോയ് ചെയ്യാണ് ഗെയ്സ്. പിന്നീട് ഞങ്ങൾ പെർഫ്യൂമൊക്കെ വാങ്ങി, നല്ല ഒരെണ്ണം വാങ്ങി. ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഗെയ്സ്.